സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും തന്നെ കൂട്ടാനുണ്ടാക്കാൻ സമയമില്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്, 10 ചെറിയ ഉള്ളി എടുത്ത് 2ആയിട്ട് കീറിയത്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ വാട്ടി വെക്കാം. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്തിയിട്ടാണ് ചേർക്കണേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ചെറുകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. തണുത്തതിന് ശേഷം നമുക്ക് അരക്കാം. ചമ്മന്തിയുടെ മിക്സ് തണുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അരയുണ്ടാട്ട ചതച്ചെടുത്ത മിക്സിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർക്കാം. വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത ചമ്മന്തി ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ചട്നി വറുത്തിടാൻ പോവാണ്. 2 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്, 3 ചെറിയ ഉള്ളി നമുക്ക് ചമ്മന്തിയിലേക്ക് ചേർത്ത് വെക്കാം. ഇത്രയും ലൂട്ട സിമ്പിളായിട്ട് 5 മിനിറ്റ് മതി റെഡിയാക്കാനായിട്ട്. ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.